രാരിരാരിരോ രാരിരാരിരോ മണിക്കതിർക്കിനാവ് കണ്ടുവോ ഉണർന്നു ആവും. ഉണരാതെ പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ഒരുപാട് നേരം എടുത്തില്ലേ? അതെ, മോളെ കാര്യം നോക്കാൻ അമ്മനെടുത്തില്ലേ? നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. എനിക്കിന്ന് പിടിപ്പത് ജോലിയുള്ള ദിവസമാണ്. ഞാൻ മോളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. വേഗം വേണം. എത്തിക്കഴിഞ്ഞു. അമ്പലത്തിലെ അമ്മുവിന്റെ പേരിൽ വിശേഷിച്ച് വഴിപാട് വല്ലതും ഉണ്ടായിരുന്നോ മോളെ? ഉവ്വല്ലോ, മോളുടെ പേരിൽ മാത്രമല്ല മോന്റെ പേരിലും ഓരോ ശത്രുസംഹാര പൂജ. ഓ, ഞാനങ്ങ് മറന്നു. ഒറിജിനൽ ഉള്ളപ്പോ ഡ്യൂപ്ലിക്കേറ്റിന് മാത്രം പോരല്ലോ. എന്താ പറഞ്ഞേ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. ദേ, നിങ്ങൾ ചെയ്തത് അതിന്റെ ശരി. ഒരബദ്ധം പറ്റിയെന്ന് വെച്ച് അതിന്റെ പേരിൽ വെറുതെ എന്തിനാ ഒരു കശപിശ? അങ്ങനെ അങ്ങ് പോട്ടേന്നേ. മാമനിപ്പോ എന്താ വേണ്ടത്? ആ, ദേവിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ ഇത്തിരി നെറ്റി തൊടാവുന്ന കരുതി ഇത്തിരി ഞെടുത്തേ മോളെ. ദേ, അവിടെ ഇരിപ്പുണ്ട്, പോയി എടുത്തോ. ഓ, അമ്മേ ഭഗവതി, കാത്തു രക്ഷിക്കണേ. ശശികുട്ടനെ അമ്മ വിളിക്കുന്നു. ഓ, അപ്പൊ പ്രസാദം തൊടാനല്ല, ദൂതുമായിട്ട് വന്നതല്ലേ? എന്താ കാര്യം?
എനിക്കല്പം തിരക്കുണ്ട്, വൈകിട്ട് കാണാന്ന് പറ. അത്യാവശ്യമാണെന്നാ ചേച്ചി പറഞ്ഞത്. ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവും ശശികുട്ട. രണ്ടു ദിവസമായി നിനക്ക് നല്ല തിരക്കാണല്ലോ. അതോ അങ്ങനെ ഭാവിക്കുന്നതോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല നിന്നെ. മറ്റുള്ളവരുടെ അടുത്ത് ആവശ്യത്തിൽ കൂടുതൽ തങ്ങുന്നുമുണ്ട്. എന്താ പെട്ടെന്നൊരു മാറ്റം എൻ്റെ മോന്? അത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണല്ലോ എന്ന് കരുതി. ഓ, മാതൃകാ കുടുംബം അല്ലേ? ബുദ്ധി സ്വയം തോന്നിയതോ അതോ ഭാര്യ ഉപദേശിച്ചതോ? ആ, അതൊക്കെ നിന്റെ ഇഷ്ടം. എനിക്കറിയേണ്ടത് കുഞ്ഞിന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്നാ. അതോ അതും ഭാര്യയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തോ? കള്ളന്മാരുടെ കൂട്ട് മുഖം കുരിച്ച് നിൽക്കുന്നത് കാണാനല്ല വിളിപ്പിച്ചത്. വ്യക്തമായ മറുപടി കിട്ടണം. പറയ്, എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചതിൽ കൂടുതൽ പണം കയ്യിലേക്ക് എടുത്തു തന്നത് ഇങ്ങനെ മിണ്ടാപ്പൂച്ച കളിക്കാനല്ല. കുഞ്ഞിനെ തിരികെ വേണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. എന്നിട്ടാണോടാ അച്ചിക്കൊന്നനായി ഭാര്യയുടെ ചേലത്തുമ്പി തൂങ്ങി നടക്കുന്നത്? വക്കീൽ എന്തു പറയുന്നു? കേസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നിന്റെ കാശുകൊണ്ട് വേണോ അയാൾക്ക് കേസ് പഠിക്കാൻ? അയാൾ ഇതുവരെ പഠിച്ചതിലൊന്നും ഇങ്ങനൊന്നില്ലേ? അതെ, എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്, ഇൻസ്പെക്ഷൻ ഉള്ളതാ. പൊയ്ക്കോ. ഒന്നും മനസ്സിലോർത്തോ, അമ്മയുടെ കണ്ണിൽ പൊടിയിട്ട് അധികകാലം മുന്നോട്ട് പോകാൻ നോക്കണ്ട. എങ്ങും തോൽക്കുന്നത് അമ്മയ്ക്കിഷ്ടമല്ലെന്ന് നിനക്കറിയാം. തോറ്റു കൊടുക്കും ഞാൻ, തോന്നിയാൽ മാത്രം. പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനൊന്നും എന്റെ ജീവിതത്തിലുണ്ടാവില്ല. എന്താ പറഞ്ഞത്? വക്കീല് കേസ് പഠിക്കുകയാണത്രേ. ഒന്നുമല്ലടാ, തലയണ മന്ത്രം ചൊല്ലി അവൾ അവനെ വശത്താക്കിയതാ. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നീ ആ നന്ദകുമാറിന്റെ വീട്ടിലൊന്ന് വിളിച്ച് അയാൾ അവിടെ ഉണ്ടോന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ എപ്പോ വരുമെന്ന് തിരക്കണം. ഓ, ആ, വിളിക്കുന്നത് എവിടുന്നാന്ന് പറയണ്ട. ശരി. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. എന്നെ മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ല. അന്ന് പറഞ്ഞ കാര്യം ഞാൻ നന്ദേട്ടനോട് സൂചിപ്പിച്ചിരുന്നു. നന്ദകുമാർ തിരക്കിലാവുമല്ലേ? ഇന്നൊരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷന്റെ ഡിസ്കഷൻ ഉണ്ട്. ഫ്രീ ആയോന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായി? എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് വല്ല നീക്കമുണ്ടോ? ഞാൻ ആവുന്നത് നോക്കുന്നുണ്ട്. ഒരു തവണ എല്ലാം ശരിയായി വന്നതാ. പക്ഷേ ഇവിടുത്തെ സാറ് വന്നതുകൊണ്ട് അത് നടന്നില്ല. ഞാൻ അറിഞ്ഞു. ചെല്ലപ്പം വിളിച്ചിരുന്നു. ഇനി അങ്ങനെ സംഭവിക്കരുത്. എത്രയും പെട്ടെന്ന് ആ നാശത്തിന് ഇവിടുന്ന് കടത്തണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിന്നെ ഇവിടെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാവർക്കും എന്നെ വലിയ കാര്യാ. നല്ലത്. അത് മുതലെടുത്തോണ്ട് വേണം നീങ്ങാൻ. സോറി, നന്ദേട്ടൻ എൻഗേജ്ഡാ. വരാൻ ഇനി ലേറ്റ് ആവും. ഇറ്റ്സ് ഓക്കെ. ഭാഗ്യത്തിന് എന്റെ കാര്യത്തിൽ അല്പ സാവകാശം കിട്ടി. മോൻ 2-3 മാസത്തിനകം വരും. അവൻ വന്ന് കണ്ടോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ധൃതിയുണ്ടോ? ഞാൻ അകത്തേക്കൊന്നും വിളിച്ചതുകൂടിയില്ല. സാരില്ല, ഇതുവഴി പോയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഹസ്ബൻഡിനെ ഒന്ന് കണ്ടേക്കാന്ന് കരുതി. പോയിട്ട് എനിക്ക് അല്പം കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ.
ജ്യോതി, എന്താ ജ്യോതി? നന്ദേട്ടാ, നമ്മുടെ മോൻ മോനും തോറ്റി. ജ്യോതി, എന്താ നിനക്ക്? ആരോ വന്നു നന്ദേട്ടാ, മോനെ എടുത്തോണ്ട് പോവാൻ. ശബ്ദം കേട്ട് അവൻ ഓടിപ്പോയി. എന്താ നന്ദേട്ടാ ഇത്? ആർക്കാ നമ്മുടെ മോനെ വേണ്ടേ? എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുക. എന്തിനാ പേടിക്കുന്നേ? നീ വെറുതെ ഓരോന്നോർത്ത് കിടന്നിട്ട് നിനക്ക് തോന്നിയതാവും ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, എന്റെ തോന്നലല്ല, ഞാൻ കണ്ടതാ. അവന്റെ കൈകൾ നമ്മുടെ മോനെ എടുക്കാനായി വരുന്നത് സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഞാനല്ലേ പറഞ്ഞത് ആരുമില്ലെന്ന്? ഈ വീടിന്റെ മുക്കും മൂലയും വരെ ഞാൻ പരിശോധിച്ച, പിന്നെ ആര് വന്നെന്നാ? അപ്പോ ഞാൻ ഈ പാതിരാത്രിയിൽ എണീറ്റ് വെളിവുകേട് പറയാണെന്നോ അതോ സ്വപ്നം കണ്ടതാണെന്നോ? എന്താ നന്ദേട്ടൻ പറഞ്ഞു വരുന്നേ? ആരൊക്കെ നമ്മുടെ മോനെ ലക്ഷ്യം വെക്കുന്നുണ്ട്? നന്ദേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഇനിയും വൈകിക്കരുത് നന്ദേട്ട. അന്ന് കൃത്യസമയത്ത് നമ്മൾ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അത് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞപ്പോ അഭിമാനത്തിന്റെയും നാണക്കേടിന്റെയും കാര്യം പറഞ്ഞ് നന്ദേട്ടൻ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് അവരിനി വരില്ലെന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ വീണ്ടും വന്നില്ലേ? താനൊന്ന് സമാധാനിക്കേ. നമ്മുടെ മോനൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചിരുന്നെങ്കിലോ? എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നെ? നന്ദേട്ടൻ എങ്ങനെ സമാധാനപ്പെടും? മോനില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? രാവിലെ തന്നെ പോലീസ് അറിയിക്കാം. അതല്ല മറ്റെന്തെങ്കിലും വഴിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. നന്ദേട്ടനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇനി അങ്ങനെ വല്ലവരും? കിടക്കാൻ നോക്ക്, വെറുതെ ഉറക്കം കളയണ്ട. കിടക്കാന്നല്ലാതെ ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. ഞാൻ അന്നും പറഞ്ഞതല്ലേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉദാസീനത കാട്ടരുതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നാളെ തന്നെ വേണ്ട ചെയ്യാം. കുടുംബിനി പരമ്പര അമ്മ ഈ രാത്രിയിൽ എവിടെ പോയതാ? എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടായിക്കൂടെ? രാത്രിയായപ്പോ ഒരു നെഞ്ചരിച്ചിൽ, ആശുപത്രി വരെ ഒന്ന് പോയി. അമ്മ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ട കാര്യം എന്താ? ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെയാടാ ഈ ഞങ്ങള്? കൂട്ടുവിളിക്കാൻ പറ്റിയവരാരും നീ പറഞ്ഞ ആ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ദേവമംഗലത്ത് ആൺകുട്ടികളുടെ കാലം കഴിഞ്ഞടാ. ഇപ്പൊ ആണുങ്ങളുടെ രൂപം മാത്രമുള്ള കുറെ അച്ചിക്കൊന്തമാരാ ഉള്ളത്. വന്നു വിളിച്ചാ കൂടെ ഇറങ്ങി വരുന്ന പുത്രനെ കണ്ടില്ലേ? അമ്മയോടുള്ള സ്നേഹം കാണിക്കാൻ അധികം ഇരുന്ന് ഉറക്കം വിളിക്കണ്ട. ഭാര്യ അറിഞ്ഞല്ലേ പിന്നെ മോന് ഊണ് പുറത്താ.
തലേണ മന്ത്രത്തിന്റെ ശക്തി കണ്ടില്ലേ? സ്വന്തം ചോരെ പറഞ്ഞ ഒന്നിനെ വേണ്ടെന്ന് വെച്ചിട്ട് കണ്ടവന് ജനിച്ചതിനെ ചുമലിലേറ്റി നടക്കുന്നു. ഛേ, ദേവമംഗലത്ത് കുറിച്ചാണോടാ നീ? വന്ന് വന്ന് അമ്മയ്ക്ക് ഉറക്കമില്ലാതായോ? ഹോസ്പിറ്റലിൽ പോയതാ. എന്തോ സുഖമില്ലായ്മ തോന്നി. നെഞ്ചരിച്ചില്ലെന്നാ പറഞ്ഞത്. ഈ നെഞ്ചരിച്ചില്ലേ സുഖമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കാര്യം ഓർത്തിട്ടാ. അമ്മ കണക്ക് കൂട്ടിയതുപോലെ നമ്മൾ രണ്ടാളും രണ്ടു ഭാഗത്തായില്ലല്ലോ. ആ സങ്കടം ഓർത്ത് എരിഞ്ഞതാവും. ഉറക്കമുളച്ച് കാത്തിരുന്നതിന്റെ ഫലം കിട്ടിയില്ലേ? ഇനി കിടന്നുറങ്ങാൻ നോക്ക്. തലേണ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഊണ് പുറത്താക്കണ്ട. നോ നോ, എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും നന്ദൻ ചെയ്ത ശുദ്ധ അബദ്ധമാണെന്ന് ഞാൻ പറയൂ. ആദ്യം ഒരു അറ്റംപ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ തനിക്കത് എന്നോട് പറയാമായിരുന്നില്ലേ? അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഇല്ലാതെ പോയി. ചെറിയൊരു സൂചനയെങ്കിലും ജ്യോതിക്ക് കിട്ടിയ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ആ ഒരൊറ്റ ഭയമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദൻ. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. സോ ബി അലർട്ട്. ആദ്യത്തെ അറ്റംപ്റ്റിന് ശേഷം നന്ദൻ അയാളെ ചെന്ന് കണ്ട് വാൺ ചെയ്തെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു അയാളുടെ നിലപാട്? അതിന് കൃത്യമായൊരു മറുപടി പറയാൻ എനിക്കാവില്ല ഭദ്രൻ. ഒരു പരിധിവരെ വേണമെങ്കിൽ അയാളെ സംശയിക്കാം. ശശി തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിച്ചാൽ തന്നെ നമുക്ക് അയാൾ അത്ര പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. കാരണം അത് വെറും സംശയം മാത്രമാണ്. ഏതായാലും ഞാൻ വീട്ടിലേക്ക് വരാം. സ്പോട്ട് ഒന്ന് സെർച്ച് ചെയ്യണം. പിന്നെ ആ വേലക്കാരിയുണ്ടല്ലോ, അവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. 2 വട്ടം ശ്രമം നടക്കുമ്പോഴും അവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. ബട്ട് ബി കെയർഫുൾ ഭദ്രൻ. ജ്യോതിക്ക് ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. അക്കാര്യത്തിൽ നന്ദൻ പേടിക്കേ വേണ്ട. ഭദ്രമായി ഞാനത് ഡീൽ ചെയ്തോളാം. യെസ്, കമ്മിങ്. നന്ദകുമാറില്ലേ? നന്ദേട്ട സൈറ്റില്ല. ഞങ്ങൾ ഇന്നലെ തമ്മിൽ കണ്ടിരുന്നു. ആദ്യം ആ സംഭവം നടന്ന അന്ന് തന്നെ നിങ്ങളെന്താ എന്നെ അറിയിക്കാഞ്ഞത്? പുറത്താരെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താ നന്ദേട്ടൻ കേസിന്റെ കാര്യം വിട്ടുകളഞ്ഞത്. കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷിക്കായിരുന്നല്ലോ. ആ, അത് പോട്ടെ. ശരിക്കും ഇന്നലെ രാത്രിയിൽ എന്താ സംഭവിച്ചത്? ഒന്നും എനിക്കറിയില്ല. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയപ്പോ കുഞ്ഞിനെ എടുക്കാനായിരുന്ന ഒരു രൂപം. എന്റെ നിലവിളി കേട്ടപ്പോ മോനെ ഉപേക്ഷിച്ച് അയാൾ ഓടി രക്ഷപ്പെട്ടു. പഴയ പേടി ഉള്ളിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ജ്യോതിക്ക് തോന്നിയതാണെങ്കിലോ? അല്ല സർ, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ആ, നേരത്തെ പറഞ്ഞ രൂപത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി തോന്നിയോ? ഐ മീൻ, ഒരിക്കൽ കൂടി കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ? ഇല്ല, ഇരുട്ടിലായതുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോഴേ അയാൾ പുറത്തേക്ക് പോയി. ഇന്നലെ അപരിചിതരായിട്ട് ആരെങ്കിലും വന്നിരുന്നോ? വല്ല ഡോർ ഡെലിവറിക്കാരോ റെപ്രസെന്റേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും? ഇല്ല, നന്ദേട്ടനെ കാണാൻ വരുന്ന ക്ലയൻസ് അല്ലാതെ വേറെ ആരും വന്നില്ല. അവരൊക്കെ മുമ്പും വന്നിട്ടുണ്ടല്ലേ? അതെ. ഗേറ്റും വാതിലൊക്കെ ലോക്കായിരുന്നോ? നന്ദേട്ടൻ രാത്രി ഒരുപാട് വൈകുന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറന്നിട്ടിരിക്കും. വന്നിട്ട് നന്ദേട്ടൻ തന്നെ ലോക്ക് ചെയ്യാറാ പതിവ്. ഇന്നലെ വൈകിയാണോ നന്ദൻ എത്തിയത്? അല്ല, സന്ധ്യ മുതൽ ആളിവിടെ ഉണ്ടായിരുന്നു. ആട്ടെ, നിങ്ങളുടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ, ആളെങ്ങനെ? അയ്യോ, അവർക്കിതിലങ്ങനെ. മാത്രമല്ല, കണ്ണനെ അവർക്ക് ജീവനാ. അവനും അങ്ങനെ തന്നെയാ. ഒന്ന് വിളിക്കാമോ? എന്താ നിങ്ങളുടെ പേര്? ദമയന്തി. ഇവിടെ വരുന്നതിന് മുമ്പ് ദമയന്തിക്ക് എവിടെയായിരുന്നു ജോലി? കേണൽ പുരുഷോത്തമ സാറിന്റെ വീട്ടില്. ഇവിടെ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാ മോൻ ആദ്യം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്? 16-ാം ദിവസം. അതെന്താ അത്ര കൃത്യമായി ഓർത്തു വെച്ചത്? അത് ഞങ്ങക്ക് മറക്കാൻ പറ്റുന്ന ദിവസമല്ലല്ലോ സാർ. ദമയന്തിയാണ് ആദ്യം അത് കണ്ടത് അല്ലേ? അതെ. അപ്പോഴേക്ക് നന്ദൻ സാറും വന്നു. അവരെയൊക്കെ ഒരിക്കൽ കൂടി കണ്ടാൽ ദമയന്തിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഒരാളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം കറുത്ത് തടിച്ചിട്ടാണ് അയാൾ. മുഖം ഓർമ്മയില്ലെങ്കിലും രൂപം ഓർമ്മയുണ്ട്.
ദമയന്തി സാധാരണ എവിടെയാ കിടക്കാറ്? താഴത്തെ സർവന്റ് റൂമില്. ഒന്ന് കാണാമോ? ഉവ്വ്. ഉം. വരൂ സർ. കണ്ടോ